Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നെയ്യട, പൂവട, പിരിയട എന്നൊക്കെ പറയുന്ന കാസർഗോഡത്തെ ഈദ് സ്പെഷ്യൽ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ. വലുപ്പമുള്ള തേങ്ങയാണ്. ചെറിയ തേങ്ങ ആണെങ്കിൽ ഒന്ന് വലുത് തന്നെ എടുത്തോ. അപ്പോൾ അതിനെ നമുക്ക് ഒരു ഫ്രൈ പാനിലിട്ട് കൊടുത്തിട്ട് അതിനെ നല്ല പോലെ വറുത്തെടുക്കണം. ഇതിങ്ങനെ വറുത്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരണം, എന്നാലേ അത് കുറേ നാൾ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതൊന്ന് നല്ലോണം വറന്ന് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഷുഗർ ചേർക്കുന്നുള്ളത്. ഷുഗർ ചേർത്തിട്ടുള്ള നെയ്യടൻ്റെ റെസിപ്പിക്ക് എൻ്റെ അടുത്ത് കുറേ പേർ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. മധുരം കുറവ് വേണ്ടവർക്ക് ഇതിലും മധുരം കുറച്ചിട്ടെടുത്താൽ മതി. പക്ഷേ ഇതാണ് പെർഫെക്റ്റ് പാകത്തിനുള്ള മധുരം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നല്ല പോലെ ഇത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഷുഗർ ഫുള്ളായിട്ട് അത് മെൽട്ടായിട്ടൊന്നും വരില്ല, എന്നാലും നല്ല പോലെ വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഏലക്കപ്പൊടിയാണ് 1 ടീസ്പൂണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്കപ്പൊടി ഇല്ലാത്തവർ ഏലക്കനെ ഒന്ന് കുത്തിയിട്ട് ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതി. ഇതിന് നെയ്യട എന്നൊക്കെ പേര് പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഒരു തുള്ളി നെയ്യ് പോലും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഈ ഷുഗറിൽ ഉണ്ടാക്കുന്ന ഈ നെയ്യടയിൽ, ഞാൻ ശർക്കരയിൽ ഉണ്ടാക്കിയ നെയ്യടയിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് അത്രയും മതി. നമ്മൾക്ക് ഫില്ലിങ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു മാവ് കുഴച്ചെടുക്കാൻ ഉണ്ട്. അതിന് മൈദയാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത്. മൈദയിലല്ലാത്ത നമ്മുടെ നാട്ടിൽ പച്ചരിയിലും ഈ നെയ്യട ഉണ്ടാക്കിയെടുക്കാറുണ്ട്. മൈദയിലാകുമ്പോൾ എല്ലാവർക്കും എളുപ്പമല്ലേ, അതുകൊണ്ടാണ് ഞാൻ മൈദയിൽ തന്നെ കാണിച്ച് തരുന്നുള്ളത്. അതുമല്ല ഇത് മാസങ്ങളോളം സൂക്ഷിക്കുമ്പോൾ ക്രിസ്പി ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നും പോകുന്നില്ല. ഞാൻ 4 കപ്പ് മൈദയാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 2 വലിയ മുട്ട തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ചപ്പാത്തീൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കൂലേ, ആ പാകത്തിലാക്കിയിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. പാത്രത്തിലിട്ടിട്ട് തന്നെ ഞാൻ നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ടും ഒന്ന് നല്ല പോലെ കുഴച്ചെടുക്കണം. ഇതിൻ്റെ കുഴത്തത്തിലാണ് നമുക്ക് ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നു ഉള്ളത്. കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മൾ ഇതിനെ കുഴച്ചെടുക്കാൻ. നമ്മൾ പെരുന്നാളിന് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ നെയ്യടൻ്റെ. അപ്പോൾ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇടാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്, ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നുള്ളത്. ഇതിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ട് കുറേ ടൈമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് നമ്മൾ ഒരു ഉരുള എടുത്തിട്ട് ഇതിനെ നമ്മൾ നൈസായിട്ട് പരത്തിയെടുക്കണവേ. നല്ല കട്ടി കുറഞ്ഞിട്ട് വേണം ഇത് നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറേ ടൈമൊന്നും നമുക്ക് എടുക്കൂല ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ഞാൻ ഇതിൻ്റെ മോൾഡ് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ലുലുന്ന് കിട്ടിയിട്ടുണ്ട്. 3 എണ്ണമുള്ള ഒരു പാക്കറ്റ്. അതിൽ നിന്ന് ഏറ്റവും ചെറുത് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. നമ്മളുടെ കയ്യിൽ ഇതില്ലെന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കാതൊന്നും ഇരിക്കണ്ട. കുപ്പീൻ്റെ മൂടില്ലേ അടുപ്പ്, നമ്മളുടെ ന്യൂട്ടെല്ലൻ്റെയൊക്കെ ആ അടുപ്പ് വെച്ചിട്ടും നമുക്ക് എളുപ്പത്തിൽ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിലും കൂടി നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 2 കൈ അങ്ങനെ ഒന്ന് കൂട്ടി വെക്കേണ്ടെന്ന് ആവശ്യം ഉണ്ടാകുന്നില്ല. ഇതുപോലെ തന്നെ നടുവിൽ അതിൻ്റെ മാവ് കുഴച്ച് പരത്തിയത് വെച്ച് കൊടുത്തിട്ട് ഫില്ലിങ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ സൈഡിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നേ ഇല്ലൂ. ഇത് ഞാനിതാ മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഉണ്ടാക്കി വെച്ച് കൊടുക്കാമെന്ന്. അതിന് ശേഷമാണ് ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. ഇത് കണ്ടില്ലേ, ന്യൂട്ടെല്ലൻ്റെ മൂടിയാണ് കേട്ടോ അടുപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇതാ
10-12 എണ്ണമൊക്കെ ഒരു കട്ടിങ്ങിൽ നമുക്കായി കിട്ടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇത് മോൾഡിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ഒരു കുണ്ടായിട്ട് കുഴിയാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് എല്ലാ സൈഡിലും ഇത് ഇട്ട് കൊടുത്തിട്ട് സൈഡിലൊന്നും ആവാത്ത വിധത്തിൽ വേണം ഫില്ലിങ് ഇടാൻ. എന്നിട്ട് നമുക്കിങ്ങനെ ഇതുപോലെ പിരിയടയാക്കിയിട്ട് പിരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഞാൻ ഒരു ബോക്സിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒന്നും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഹൈ ഫ്ലെയിമിലാക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബബിൾസ് വന്നിട്ട് വലിയ ബബിൾസ് ആയിട്ട് വരും നമ്മൾ ഇട്ട് കൊടുത്ത അടയെല്ലാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഇതുപോലത്തെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ അടയാണെങ്കിലും എന്താണ് നമ്മൾ എണ്ണയിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് അതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ എല്ലാം ഇതിൽ പിടിക്കുന്നത്ര ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഉരുളിയൊക്കെയാണെങ്കിൽ ഇതിലും കൂടുതൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എളുപ്പത്തിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ അവർ പരത്തുന്ന ടൈമിൽ നമ്മൾക്ക് ഒരാൾ ഫില്ലിങ്സും അവിടെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് ഇതിനെടുത്തെടുത്തിട്ട് എണ്ണയിലിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നെയ്യടയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കിയിട്ട് നോക്ക്. നമ്മയില്ലേ ആദ്യം തന്നെ അടുപ്പെടുക്കുമ്പോൾ കുറച്ച് ചെറിയ അടുപ്പന്നെ എടുക്കണവേ, നല്ലോണം വലിയ അടുപ്പൊന്നും എടുത്തിട്ട് ഉണ്ടാക്കണ്ട. അപ്പോൾ ഇത് എണ്ണയിലിട്ടിട്ടാകുമ്പോൾ കുറച്ചും കൂടി വലിപ്പം കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞു മൂടിയിലാക്കിയിട്ട് വേണം നമ്മളതിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞു മൂടി എത്രയും ചെറിയതായ മൂടിയുണ്ടോ അത്രയും ചെറുതായ മൂടിയിൽ നമ്മൾ അടുപ്പ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾക്ക് കുക്കീസ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല കുഞ്ഞു തന്നെ കിട്ടും. അപ്പോൾ അത് കാണുമ്പോഴേക്കും ഒരു നല്ല രസം തന്നെ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ കാണുമ്പോൾ. അപ്പോൾ ഇതാ നല്ല കറുമുറായിട്ട് തന്നെ നമുക്കിവിടെ നെയ്യട റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുണ്ടാക്കിയിട്ട് നോക്ക്. ഇതിപ്പോൾ നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടുകയാണെങ്കിലും എത്ര ദിവസം വരവാണെങ്കിലും ക്രിസ്പിനെസ് പോവാതെ തന്നെ ഇരിക്കും. അപ്പോൾ പെരുന്നാളിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോരാതെ എൻ്റെ സ്ക്രീനായും ഐകാർഡായും എല്ലാം ഞാൻ വീഡിയോസ് കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന വീഡിയോസാണ്. എളുപ്പത്തിൽ സെയിൽ ചെയ്യാൻ കൂടി പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് നമ്മളുടെ നാട്ടിൽ ഒരുപാട് പേര് സെയിൽ ചെയ്യുന്ന റെസിപ്പി. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.